പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 8-ാം മാസത്തിൻ്റെ 25-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 101-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. അഹങ്കാരവും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും ചതിവും വഞ്ചനയും പിടിച്ചുപറിയും കൊള്ളയും കൊള്ളിവെപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഒരാൾക്ക് നിഷ്കളങ്കനായി ജീവിക്കുവാൻ കഴിയുമോ എന്നാണ് അനേകരും ചോദിക്കുന്നത്. ലോകം മുഴുവൻ വഷളായി തീർന്നപ്പോൾ നോഹയെ മാത്രമേ ദൈവം തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായി കണ്ടിരുന്നുള്ളൂ. താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നത് പോലെ തൻ്റെ വീട്ടിലും നിഷ്കളങ്കതയോടുകൂടെ പെരുമാറിയിരുന്നു എന്നതിന് സംശയമില്ല. സ്വന്തം ഭവനത്തിൽ നിഷ്കളങ്ക ഹൃദയമില്ലാത്തവന് പുറത്ത് നിഷ്കളങ്ക മാർഗത്തിൽ ചിരിക്കുവാൻ സാധ്യമല്ല. മൂക്കിൽ ശ്വാസമുള്ള സകലത്തെയും ദൈവം കൊന്നുകളഞ്ഞപ്പോൾ നോഹ എന്ന നിഷ്കളങ്കനെയും തൻ്റെ കുടുംബത്തെയും ദൈവം നാശത്തിൽ നിന്നും വിടുവിച്ചു. നാം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ദൈവസന്നിധിയിലായാലും നിഷ്കളങ്കതയോടുകൂടെ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഏറ്റവും നിഷ്കളങ്കനായി കണ്ടിരുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. തന്നോടുകൂടെ നടന്ന പത്രോസ് യേശുവിനെ കുറിച്ച് പറയുവാനുള്ളത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പിന്തുടരുവാൻ ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു നല്ല മാതൃകയാണ്. അതുപോലെ ഭക്തനായ യോബ് നിഷ്കളങ്കനായിരുന്നു എന്ന് ദൈവം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. നഥനയേലും കപടമില്ലാത്തവനായിരുന്നുവെന്ന് യേശു കർത്താവ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് ചേർന്ന് നടക്കുകയും അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനിടയാകും. ഭാര്യയുടെ വാക്ക് കേട്ട് ഹാഗറിനെയും കൂടെ ഭാര്യയായി സ്വീകരിച്ച അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുവാനാണ്. അതുപോലെ വഷളത്വം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നിഷ്കളങ്കതയോടുകൂടെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനും ഉപദേശിക്കുന്നുണ്ട്. നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കുന്നത് ഈ ലോകത്തിലും നിത്യതയിലും ചില വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാനിടയായി, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുവാനിടയാകും. കളങ്കമില്ലാത്തവന് നന്മ അവകാശമാക്കുവാൻ കഴിയും എന്നും ദൈവവചനം പറയുന്നു. അതുമാത്രമല്ല, ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല. തെറ്റ് ചെയ്തിട്ട് യാതൊരു പശ്ചാത്താപവുമില്ലാതെ ജീവിക്കുന്നവർ പിന്നീട് നിലവിളിച്ച് കരഞ്ഞാലും യാതൊരു പ്രയോജനം ഉണ്ടാകുകയുമില്ല. വക്രതയോടുകൂടെ ജീവിക്കുന്നവരുടെ ആരംഭം ശുഭകരമെന്ന് തോന്നിയാലും അവരുടെ അന്ത്യം വളരെ വേദനാകരമായിരിക്കും. എന്നാൽ നിഷ്കളങ്കന്മാരുടെ ജീവിതം സമാധാനപരമായിരിക്കും. ആകയാൽ പ്രിയ ദൈവവൈതലേ, നാം നമ്മുടെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടുകൂടെ നിഷ്കളങ്ക മാർഗത്തിൽ ആയിരിക്കേണ്ടതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ഒരു ദൈവവൈതൽ എല്ലായ്പ്പോഴും നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ഈ പ്രഭാതം നിഷ്കളങ്ക മാർഗത്തിൽ ഇയ്യോബിനെ പോലെ, നഥനയേലിനെ പോലെ, ദാനിയേലിനെ പോലെ, യോസഫിനെ പോലെ നിഷ്കളങ്കതയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കുമായിരിക്കാം. നാൾക്കുനാൾ നാം ബലം പ്രാപിക്കും. നാൾക്കുനാൾ നാം സ്തോത്രം ഹല്ലേലൂയ സകലത്തിലും വർദ്ധിച്ചു വളരുവാൻ അതിന് കാരണമായി ചെയ്യും. ആകയാൽ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ,
അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു നാഥ. അവൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുമെന്ന് തൻ്റെ ഭക്തൻ പാടിയതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അവൻ കർത്താവ് നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെച്ച് ദൈവസൻ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ഞങ്ങൾ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.